ഇന്നിപ്പോ എന്റെ കൂടെയുള്ള ആദിഷാണ് അല്ലെ? ആദിഷ് വീട് എവിടെയാ ആദിഷ്? ആദിഷ് ചേർത്തല അല്ലെ? ചേർത്തല അല്ലെ? ആദിഷിന് വരുമ്പോ എന്തൊക്കെയാ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? വരുമ്പോഴേക്കും അടിനോടിന്റെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ശ്വാസം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാത്രിയാകുമ്പോഴേക്കും ഒട്ടും കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വായിന്നൊരു പത പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒട്ടും രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു സർജറിയുടെ ലെവൽ വരെ എത്തിയതാണ്. പക്ഷെ എന്നാൽ പിന്നെ ഞങ്ങള് ഒരു വേറൊരു ആയുർവേദ ഡോക്ടർ വഴിയാണ് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പൊ 3 മാസമായിട്ട് ഞങ്ങൾ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തന്നെ നല്ല വ്യത്യാസം ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഇപ്പം നല്ല ഭേദമുണ്ട്. ഇപ്പൊ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. എക്സ്റേയിലും മാറ്റങ്ങളായി. എക്സ്റേ എടുത്തതിലും ആദ്യത്തേനേക്കാളും നല്ല വ്യത്യാസം ഉണ്ട്. ഇപ്പം കാണിക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ടൊന്നുമില്ല. ഭക്ഷണമൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലെ? ഇപ്പം നേരത്തെ അടിക്കടി പനി വരുമായിരുന്നു. സ്കൂളിൽ പോയി കഴിയുമ്പോ എപ്പോഴും പനി ബുദ്ധിമുട്ട്. അപ്പൊ പനി വരുമ്പോഴേക്കും പിന്നെ ഭയങ്കര ശ്വാസം മുട്ടല്, ഭയങ്കര തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ പനി വരുന്നതിന്റെയൊക്കെ അളവ് കുറവാണ്. അപ്പൊ സ്കൂളിലും കൃത്യമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നും ഇല്ല.